എന്റെ കൺമുമ്പിൽ വെച്ച് അവൾ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നല്ലോ. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ നമുക്ക് വിധിച്ചിട്ടില്ല. ദൈവം വിളിച്ചപ്പോ അവള് പോയി. ദൈവം വിളിച്ചിട്ടല്ല അവൾ പോയത്. അവനെ ഞാൻ... സുരേഷ്, പ്രതികാരം ഒരു കാര്യത്തിനും പരിഹാരമാവുന്നില്ല. നീ ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അതിന് ഞാൻ മരിക്കണം. നോക്കുമോനെ, ഈ അമ്മയാണ് നിന്നോട് പറയുന്നത്. ഞാൻ വേണ്ടത്ര സഹിച്ചു. ഇനി എനിക്ക് വയ്യടാ മോനെ. നീ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. നിനക്കൊന്നും സംഭവിക്കുന്നത് കാണാതെ അമ്മയ്ക്ക് കണ്ണടയ്ക്കണം. നീ എനിക്ക് വാക്കുതാ. അമ്മേ, നീ എന്തെങ്കിലും അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അതിനു മുമ്പ് അമ്മ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. അമ്മേ, എനിക്ക് വാക്കുതാ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ എനിക്ക് ആരുണ്ടടാ മോനെ വിശ്വസിക്കാൻ? അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. മതി, ചെല്ല്, പോയി വല്ലതും കഴിക്കേ. നിങ്ങൾ എന്റെ മകനെ രക്ഷിക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഐ ആം റെഡി ടു ത്രോ എനി എമൗണ്ട്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറക്കരുത്. ദിസ് ഈസ് ദി ഓഫീസ് ഓഫ് കൃഷ്ണമാചാരി ഭാരത് ലാ. ഡോണ്ട് ബി എക്സൈറ്റഡ്. സാർ, എനിക്ക് ഭയമാകുന്നു. റിയലി ഐ ആം അഫ്രൈഡ്. മിസ്റ്റർ രാജശേഖരൻ, യു ആർ ഇൻസൾട്ടിംഗ് മൈ കരിയർ. നോ നോ നോ. എന്നെ കേസ് ഏൽപ്പിച്ചില്ലേ? നൗ യു ക്യാൻ ഫോർഗെറ്റ് ഇറ്റ്. ഇതാ 20,000 രൂപയുണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വക്കീലിന്റെ മിടുക്കുകൊണ്ട് ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഹലോ വക്കീൽ സാർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചു. യു സേവ്ഡ് മൈ ഫേസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നോട്ട് അറ്റ് ഓൾ മിസ്റ്റർ രാജശേഖരൻ. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ തൊഴിലിന്റെ അന്തസ് എന്റെ ജയത്തിലാണ്. ഐ വോണ്ട് ഫെയിൽ ഇൻ മൈ കേസ്. അതാണ് കൃഷ്ണമാചാരി ഭാരത് ലാ. Come on. നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ. ഹലോ, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഐ ആം സോറി സുരേഷ്. മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ സുരേഷ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടരുത്. ബി ഫ്രണ്ട്സ്. ഇത് വാങ്ങൂ. സുരേഷിന്റെ നഷ്ടത്തിന് പകരമല്ല, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. എനിക്ക് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഞാനത് നേടിയെടുക്കും. സുരേഷ്, നിങ്ങളുടെ മകനെ വെറുതെ വിട്ടത് കോടതിയാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. മോനെ, കാലത്തിന് മാറ്റാനാവാത്ത ഒരു ദുഃഖവുമില്ല. അച്ഛനും അമ്മയും നിന്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. അമ്മേ, എന്റെ ദുഃഖം... നിന്റെ ദുഃഖം മനസ്സിലാകാതല്ല മോനെ അമ്മ പറയുന്നത്. എന്റെ മോള് നഷ്ടപ്പെട്ട അന്നു മുതൽ ഈ അമ്മ ജീവിക്കുന്നത്
മരവിച്ച മനസ്സുമായാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണ്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടു വേണം ഈ അമ്മയ്ക്ക് ആശ്വസിക്കാൻ. നിങ്ങളും കൂടി ഇങ്ങനെ ആയാൽ എനിക്ക് താങ്ങാനുള്ള കരുത്തില്ല മക്കളെ. ശ്യാം, നീ സിംഗപ്പൂര് പോയി ബിസിനസ്സുമായി ഇടപെടുമ്പോൾ മനസ്സിന്റെ ഭാരമെല്ലാം കുറയും. ക്രമേണ എല്ലാം ശരിയാകും. അപ്പോൾ നിന്റെ മനസ്സിന്റെ ഭാരമോ? അത് ഞാൻ ഇറക്കി വെക്കും. ആ, ഇതാ ടിക്കറ്റ്. ഇനി മോൻ തിരിച്ചു വരുമ്പോ അമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടുവരണം. എന്താ അമ്മ വേണ്ടത്? നിന്റെ ഭാര്യയെ. അമ്മേ, അതെ മോനെ, നീ സന്തോഷമായിട്ടിരുന്നാലേ എന്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. ശരി ശ്യാം. നിന്റെ കൊച്ചു മുതലാളി ഉണ്ടാകത്ത്? ഇല്ല, അച്ഛന്റെ കൂടെ മദ്രാശി പോയി. എങ്ങോട്ടാ? മദ്രാസ്. ആഹാ, ഓ അവിടെയായിരിക്കും ജോലി അല്ലേ? അല്ല. ആ, ഇത് അമ്മയാണോ? അതെ. ഓ, ആഹാ. ആ, ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എവിടെയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. സോറി, പേരെന്താണ്? സുരേഷ്. സുരേഷ്. സുരേഷ് കുമാർ. ആ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ അല്ലേ? അതെ. ബൈ ദ ബൈ, മൈ നെയിം ഈസ് VM പിള്ള. മദുരാശി പോലീസിൽ ഒരു SI ആയി ജോലി ചെയ്യുന്നു. Glad to meet you. സെയിം ടു യു. അടുത്ത് തന്നെ IG ആവും. അതിനായിട്ട് ഒരു റെക്കമെൻഡേഷന് വേണ്ടി പോയതായിരുന്നു. എവിടെ? കേരളത്തിലും? അതെ. അവിടെയല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എവിടെ? നമ്മുടെ ഗുരുവായൂര്. നമ്മുടെ ഗുരുവായൂരപ്പൻ. ഓ. അദ്ദേഹത്തെ കണ്ടു തൊഴാൻ പോയതായിരുന്നു. ആട്ടെ, സുരേഷ് എന്തിനാ മദ്രാസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ? ഒരു ജോലി തേടി. ഓ ഗോഡ്. യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ഒരു ജോലി തേടി അറിയുകയോ? ആർ യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി? ഇല്ല. പോയി. അങ്ങനെ വേണ്ടി വന്നു. അത് ശരി. എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്നോട് അങ്ങനെ ഒരാൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഏതായാലും സുരേഷിനെ പോലുള്ള ഒരാൾക്ക് ജോലി നേടി മദ്രാസിയിൽ അലിയേണ്ടി വരില്ല. വരൂ. ഹലോ പിള്ളച്ചേട്ടാ. ഹലോ. ഗുരുവായൂരപ്പന് സുഖമാണോ? സുഖം, പരമസുഖം. പുള്ളി വലിയ സന്തോഷത്തിലാ. പിള്ളച്ചേട്ടന് പ്രമോഷൻ കിട്ടിയതിന്റെ കൈക്കൂലിയായി തുലാഭാരം നടത്താൻ ചെന്നതുകൊണ്ടായിരിക്കും. അല്ല, നീ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ എനിക്ക് വട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവും. മിസ്റ്റർ സുരേഷ്, ഇതാണ് മിസ് ലത. ഈ കാണുന്ന പോലെയൊന്നുമല്ല, കാമ്പാരിയാണ്. ആ, എന്റെ അമ്മാവന്റെ മകൾ. വരും, നമുക്ക് അകത്ത് പോവാം. വരുന്നേ. അവൻ വന്നോ? വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. ആ, സോറി,
ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. ഓഹോ, ഒരു ജോലി തേടി മദ്രാസിൽ വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ, ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ ഉള്ളൂ. തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുവായല്ലോ. മോള് പഠിക്കുകയാണ്. അത് പഠിക്കുകയാണ്. അവളെ 10ാം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവൾ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോമ്മേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും. നന്നായിപ്പോയി, പിള്ളച്ചേട്ടന് നഷ്ടമൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ല. മോളെ, ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. ശരി. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ, വേഗം കുളിച്ച് റെഡിയാകാം. ഞാൻ ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ ജീവിതത്തിൽ നടക്കുന്നത് പലതും. അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ അനുഗ്രഹിക്കും. മോനെ, എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സുരേഷിന്റെ ജോലിക്കാര്യം അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ, പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. സുരേഷ് എങ്ങോട്ടാ? 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ, ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. ശരി. മോളെ, പോവാ. വരൂ. അല്ല, താനിത്ര നേരത്തെ ഇങ്ങെത്തിയോ? എങ്ങനെ ഇരുന്നു കുളിച്ചു തോയൽ? കേരളത്തിൽ പോയപ്പോ തണ്ണി അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? താനെന്താടോ നത്തുപോലെ കുത്തിയിരിക്കുന്നേ? തന്റെ വായിലെന്താ കൈവണ്ടി കയറിപ്പോയോ? തനിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? അതറിഞ്ഞൂടെ? നമ്മൾ ഒരുമിച്ചല്ലേ സർവീസ് കയറിയത്? ചോദിച്ചതിന് സമാധാനം പറയാൻ മതി. 18 വർഷം. ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും ഒരു എസ്ഐയോട് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടല്ലേ? இந்த மாதிரி ரெஸ்பெக்ட் இல்லாம ஒரு எஸ்ஐ கிட்ட பழகலாமே. സോറി സാർ, മன்னிச்சிடுங்கோ. இட்ஸ் ஆல் ரைட். ഞാനും താനും ഒരുമിച്ച്. மறுபடியும் அந்த பேச்சு வந்தாச்சா? தானோ? അല്ല സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. ആ റൗഡി നഞ്ചയ്യെ രാഹുകാലത്തിന് മുമ്പ് ഇവിടെ ഹാജരാക്കൂ. ഒരു കാരണവുമില്ലാതെയോ? കാരണമില്ലെന്നോ? ഞാൻ ഹെഡായിരിക്കുന്ന കാലത്ത് അവൻ എന്നെ പുഴു പോലെയാണ് കരുതിയിരുന്നത്. ഓ യെസ് സാർ. ഹലോ. യെസ്,
എസ് ഐ മഹേശ്വരൻ പിള്ള സ്പീക്കിംഗ്. സാർ സാർ ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു സാർ. അയ്യോ എൻ്റെ അമ്മോ. മേ കമ്മിങ് സാർ. Come in. How are you, Mr. Maheswaran? ഫൈൻ. ப்ரமோஷன் கிடைச்ச உடனே உங்களுக்கு ஒரு கேஸ் கொடுக்கலாம்னு பாக்குறேன். താങ്ക് യു സാർ. அது என்ன தெரியுமோ, നോ സാർ. சிட்டில ஃபாரின் காருடைய பார்ட்ஸ் எல்லாம் திருட்டு போறதா கம்ப்ளைண்ட் வந்திருக்கு. സാർ இது வரைக்கும் 8 முதலாளிகள் கம்ப்ளைண்ட் பண்ணிருக்காங்க. இத பாருங்க, സാർ. இந்த ஃபைல் எல்லாம் இருக்கு. ப்ளீஸ் கோ ஆன். ശരി മോനെ. மோனா, வாட் இஸ் இட்? സോറി സാർ, നാക്ക് ഉളുക്കി പോയതാണ്. நான் குளிக்கி. ഉളുക്കി പോയതാ. Yes, I will see. Oh.